ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ പരിസരത്തുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയും ചെയ്യും. ക്ഷമയോടെ അവധാനതയോടെ ആര് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുവോ അവർക്ക് അല്ലാഹു സുവിശേഷം അറിയിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് റബ്ബേ, നിന്റെ നിഅമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗലോകം, അങ്ങനെയാണ് നമ്മൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞുതരാം. നിന്റെ നിഅമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗലോകം, ആ സ്വർഗലോകത്തേക്ക് വരികയും നിന്നെ കാണുകയും ചെയ്ത് കണ്ണിന്റെ കുളിർമയായ തിരുകാഴ്ചക്ക് ഞങ്ങൾക്ക് സാധ്യമാക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഇറക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ വുളൂഇന്റെ വെള്ളമെടുത്ത് വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ്. അവൾ വുളൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ജിബ്രീൽ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ജിബ്രീലേ, ലിമൻ ഹാദൽ ഖസ്ർ, ആരുടെ കൊട്ടാരമാണിത്? ആരുടെ കൊട്ടാരമാണിത്? വുളൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി നിന്റെ മുന്നിലുണ്ടല്ലോ, ഇതാരുടെ കൊട്ടാരമാണ്? ഖാൽ ലിഉമർ ബിനുൽ ഖത്താബ്, ഇത് ഉമർ ബിനുൽ ഖത്താബിന് അല്ലാഹു ഒരുക്കി വെച്ച പ്രത്യേക കൊട്ടാരമാണ് നബിയേ. ഉമറേ, ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊന്ന് ചെന്ന് നോക്കുകയും അതിന്റെ മനോഹാരിത എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണുകയും ചെയ്യണമെന്ന് ഞാൻ ഓർത്തുപോയി. പക്ഷേ സ്വന്തം വീട്ടുകാരി പെണ്ണുങ്ങളെ സ്വന്തം വീടിനുള്ളിൽ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത മതബോധം കൊണ്ടുണ്ടാകുന്ന ഗീറത്തെന്ന നല്ല ഗുണമുള്ള ആ ഒരു നിങ്ങളുടെ ഈർഷ്യത ഞാൻ ഓർത്തുപോയപ്പോൾ ഉമറേ, ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയില്ല എന്ന് ഹബീബ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ അങ്ങയോട് അസൂയപ്പെടുമോ നബിയേ? ഒന്ന് കയറിക്കൂടായിരുന്നോ നബിയേ? ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമ മിൻ ലുഅ്ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ തൂലുഹാ 60 മീലാ, 60 മൈല് നീളമുള്ള ഒരു ഒറ്റമുത്തിനാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചില ഖൈമകൾ അവിടെ സ്വർഗ്ഗലോകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗലോകത്തെ മനോഹരമായ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഫീ സിദരിൻ മഖ്ദൂദ് വതുൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. നമ്മുടെ ചിന്തകൾക്ക് അതീതമായ മനോഹരമായ ഖുർആനിക വിവരണങ്ങൾ. സ്വർഗ്ഗത്തിലെ ഒരു മരത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലശജറതൻ യസീറു റാകിബുൽ ജവാദുൽ മുദമ്മർ അസ്സരീഅ ഫീ ളില്ലിഹാ 100 ആമിൻ ലാ യഖ്തഉഹാ. ഒരു വൃക്ഷത്തിന്റെ തണലിൽ നല്ല കൈക്കരുത്തുള്ള ആരോഗ്യമുള്ള ഓടാനും ചാടാനും കഴിവുള്ള നല്ല കുതിര സവാരി അറിയുന്നൊരു ചെറുപ്പക്കാരൻ നല്ല മുന്തിയ ഇനം ഒരു കുതിരപ്പുറത്ത് കയറി ആ വൃക്ഷത്തിന്റെ തണലിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്താൽ 100 വർഷമെടുക്കാൻ മാത്രം വിശാലതയുള്ള തണൽ മരങ്ങൾ സ്വർഗ്ഗലോകത്തുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, ഇത് നാവുകൊണ്ട് ഒരു കളവ് പോലും പറയാത്ത ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നൂറുകണക്കിന് ഹബീബ് പറഞ്ഞ അടയാളങ്ങളെല്ലാം പുലർന്നു കഴിഞ്ഞ അസ്സാദിഖുൽ മസ്ദൂഖ്, അസ്സാദിഖുൽ മസ്ദൂഖ് അൽ അമീനു അലാ വഹയില്ലാഹ് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ പറയുന്നത്. ഇന്നഹു ഉരിദത് അലയ്യൽ ജന്ന, അവിടുത്തെ പഴവർഗ്ഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഹബീബ് പറഞ്ഞു, എനിക്ക് അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു തന്നു. വമാ ഫീഹാ മിനസ് സഹ്റ, ആ സ്വർഗ്ഗലോകത്തിലെ സഹ്റ, സഹ്റ എന്ന് പറഞ്ഞ ശോഭ എന്നാണ്. അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹ്റ,
നല്ല ഭംഗിയുള്ള ഫാത്തിമ ബീവി. അത് നമ്മൾ ഫാത്തിമ സൂറ എന്നാക്കി മാറ്റിയത്. അത് സൂറയല്ല, സഹ്റ ആണ്. ഫാത്തിമത്തു സഹ്റ. സഹ്റത്ത് എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി, മനോഹാരിത, ചമൽക്കാരം, അലങ്കാരം എന്നൊക്കെയാണ്. സ്വർഗത്തിന്റെ അലങ്കാരം വന്നദറ, അതിലെ മനോഹാരിതയും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. സ്വർഗത്തിലെ ഒരു മുന്തിരി ഞാൻ എടുത്തു. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അത്ഭുതകരമായ ഹദീസാണ്. തനാവൽതു ഖിതഫൻ മിൻ ഇനബിൻ, എന്റെ കൈകളിൽ അല്ലാഹു നൽകിയ സ്വർഗത്തിലെ ഒരു മുന്തിരിയുടെ കുല എന്റെ കൈകളിൽ കിട്ടിയപ്പോ അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരണമെന്ന് ആഗ്രഹിച്ചു. നോക്കണം, അതാണ് ഹബീബിന്റെ മനസ്സ്. ഉമ്മത്തികൾക്ക് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം, വീട്ടുകാർക്ക് കൊടുക്കണം എന്നല്ല തങ്ങൾ പറഞ്ഞില്ല. അതീകുംബി, നിങ്ങൾക്ക് ഞാനത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. ഉണ്ടല്ലോ, ഉമ്മാരെവിടെയെങ്കിലും വിരുന്ന് പോയി വല്ല ചായക്ക് കടിയും കൊടുത്താൽ ഉമ്മാക്ക് തിന്നാൻ പല്ലൊന്നുമില്ല, എന്നാലും പൊതിഞ്ഞെന്നൊക്കെ വേറെ കുട്ടിക്ക് കൊണ്ടേ കൊടുത്തേക്കാം അല്ലെ, കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം. അപ്പൊ ഉമ്മ കീശിലാക്കിയിട്ട് കൊണ്ടുവരും. ഇവിടുന്നോ ബസ് കയറി വരികയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. കുട്ടികളിപ്പോ തിന്നില്ല എന്നൊക്കെ വരും, പക്ഷെ ഉമ്മാന്റെ ഒരു സ്നേഹമാണിത്. അതുപോലെ അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي. സ്വർഗത്തിലെ ഒരു മുന്തിരി കിട്ടിയപ്പോൾ നബിയെ അങ്ങ് ഞങ്ങളെ ഓർത്തുവല്ലോ. നബിയെ അൻത ഉമ്മുൻ അം അബുൻ, ഞങ്ങൾക്കൊരു ഉമ്മയുടെ സ്ഥാനത്ത് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് സ്നേഹവും പരിലാളനയും തന്നവരെ നബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഞാൻ ആ മുന്തിരിക്കുല നിങ്ങൾക്ക് തന്നേക്കണമെന്ന് വിചാരിച്ച് എന്റെ കൈകളിൽ പിടിച്ച് ഞാൻ അങ്ങ് വരുമ്പോൾ എന്നോട് പറഞ്ഞു, നബിയേ ഇത് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഭൂമിക്ക് പോകാൻ നേരായിട്ടില്ല. യാ അല്ലാഹ്. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാണ്, പെങ്ങളുടെ ഭർത്താവ്. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, വമാ മിൻ ഹസനത്തിൻ ലി ഇല്ലാ വലിസഈദിൻ മിൻഹു ഹല്ല്, ഞാൻ ചെയ്യുന്ന ഏതൊരു നന്മയിലും എന്റെ പെങ്ങൾ ഫാത്തിമ ബിൻതുൽ ഖത്താബിന്റെ ഭർത്താവ് സഈദ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഓഹരിയുണ്ട് എന്ന് നബി മഹാനായ ഉമർ എന്നവർ പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. എന്റെ ഉമർ എന്നവർ മുസ്ലിമാവാൻ കാരണം സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആണ്. അറിയാലോ, ഉമർ തങ്ങൾ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതും അവര് സൂറത്ത് ത്വാഹ ഓതിയിരുന്നതൊക്കെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന് പോലും കാരണമായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്ന് യുദ്ധം നടക്കുമ്പോൾ മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു മുബശ്ശറും ബിൽ ജന്നയാണ്, സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പുകൊടുത്ത സ്വഹാബിയാണ്. അശറത്തുൽ മുബശ്ശരീൽപ്പെട്ട ആളാണ് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. 3 ദിവസം തുടർച്ചയായി യുദ്ധം നടക്കുന്നു, ഉറക്കമില്ല, കണ്ണ് ചിമ്മിയിട്ടില്ല. അല്ലെ, നമ്മൾ തിരക്കിലാകുമ്പോ ഉറങ്ങാൻ കഴിയില്ല. കല്യാണ ദിവസമൊക്കെ തലേന്ന് പിറ്റേന്ന് ഒന്നും ഉറങ്ങാതെ ആവേശത്തിൽ ഉറക്കില്ല, ഭക്ഷണമില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് കയ്യും കാലൊക്കെ കുഴയുന്നു, വേദന എന്നൊക്കെ പറയാ അല്ലെ. ആ ആവേശത്തിൽ യുദ്ധത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, പേടിച്ച പിന്നെ എന്ത് വിശപ്പ്. സഈദ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങാതെ കണ്ണു ചിമ്മാതെ 3 ദിവസമായപ്പോ ഫറമഖഹു സാഹിബുഹു, കൂട്ടുകാരൻ ചെന്ന് പറഞ്ഞു സഈദേ അഖ്സംതു ബില്ലാഹി ലതനാമൻ, ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്തു പറയുന്നു സഈദേ നിങ്ങളൊന്ന് ഉറങ്ങണം. ഇന്ന് ഉറങ്ങിയേ പറ്റൂ സഈദേ, ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾ തളരാൻ, ഇന്നൊന്ന് ഉറങ്ങണം. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ പോവാണ്. 3 ദിവസമായി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉറങ്ങുമ്പോൾ
ഉറക്കത്തിൽ എവിടെയോ വിളിച്ചു പറയുന്നുണ്ട്, യാ ഐനാ ഉമർദിയ ലാ യാ ഐനാ ഉമർദിയ ലാ അഊദ്. ഇല്ല ഇല്ല ഐനാ ഉമർദിയ, ഞാൻ പോകുന്നില്ല. ഇതിങ്ങനെ വിളിച്ചു പറയാൻ, ലാ 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 യാ ഐനാ ഉമർദിയ ലാ അഊദ്, ഞാൻ തിരിച്ചു പോകില്ല. ഐനാ ഉമർദിയ. കൂട്ടുകാരൻ വിളിച്ചു, സഈദേ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഉണർന്നു. എന്തു പറ്റി? ഖുൽ ഖൈർ. അയ്യോ ഖൈർ, നന്മയാണെന്ന് പറയും. എന്താ നീ കണ്ടത്? എന്താ നീ പറഞ്ഞത്? എന്തേ സ്വപ്നം? എന്ത് നന്മ? അത് കഴിഞ്ഞു. സഈദേ എന്നോട് പറയണം, എന്താണ് നിങ്ങൾ കണ്ടത്? അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ ഇറങ്ങിയ നേരമാണിത്. ദുആഇന് ഉത്തരമുള്ള നേരമാണത്. അള്ളാഹുവിന്റെ മലക്കുകൾ കൂടെ നിൽക്കുന്ന നേരമാണത്. സഈദേ പറയൂ, എന്താണ് നിങ്ങൾ കണ്ടത്? മഹാനവറുകൾ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ആരോടും പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. ഖാമത്തിൽ ഖിയാമ, അല്ലാഹു ഖിയാമത്ത് നാള് അവിടെ അല്ലാഹു ഖിയാമത്ത് സംവിധാനിച്ചു. ജനങ്ങളെല്ലാവരും വിചാരണക്ക് വന്നിട്ടുണ്ട്. ഞാനും അവിടെയുണ്ട്. അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്, ഖദ് അഫ്ലഹ സഈദ്, സഈദ് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നെ ഒരു വിഭാഗം മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ ആ മലക്കുകളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സൂര്യശോഭയോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി, ഒരു കൂട്ടം ആളുകൾ, പെൺകുട്ടികൾ അവിടെയുണ്ട്. അതിലൊരു ആൾക്ക് അതീവ സൗന്ദര്യമുണ്ട്. ഞാൻ ചോദിച്ചു, ഇവരാണോ ഹൂറുൽ ഐനുകൾ എന്ന് അല്ലാഹു പറഞ്ഞത്? മലക്കുകൾ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് നൽകുന്ന ഹൂറുൽ ഐനുകളുടെ പാദസേവ ചെയ്യുന്ന പരിചാരികകളാണ് ഈ പെണ്ണുങ്ങൾ. അവരുടെ നേതാവാണ് ആ നടുവിലുള്ളത്. നമുക്ക് പോകാം. വീണ്ടും ചെല്ലുന്നു. അങ്ങനെ മനോഹരികളായ മറ്റൊരു കൂട്ടം, അവരും പരിചാരികകളാണ്, ഖാദിമത്തുകളാണ്. വീണ്ടും മുന്നോട്ട് ചെന്നപ്പോൾ അതീവ സൗന്ദര്യം, എനിക്കത് വിവരിക്കാൻ കഴിയില്ല സ്വഹാബി. വളരെ മനോഹരിയായ ഒരു പെണ്ണവിടെയുണ്ട്. അവൾ അല്ലാഹു എനിക്ക് ഒരുക്കി വെച്ചവളാണത്രേ. അവൾ എന്നോട് പറഞ്ഞു, അന ഐനാ ഉമർദിയ, എന്റെ പേര് ഐനാ ഉമർദിയ, എന്റെ പേര് ഐനാ. അഹ്ലൻ യാ സഈദ്, അന സൗജതുകി ഫിൽ ജന്ന. സഈദേ നിങ്ങൾക്ക് സ്വാഗതം, ഞാൻ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ ഭാര്യയാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ ആ പെണ്ണിന് എന്റെ ഭാര്യയല്ല, ഞാൻ കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ കൈ നീട്ടിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ലാ യാ സഈദ്, സഈദേ നിങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്, സ്വർഗത്തിലെത്തിയിട്ടില്ല. നാളെ ഇവിടെ വന്ന് നോമ്പ് തുറക്കാൻ വരണം, ഞാൻ നിങ്ങളെ ഇവിടെ കാത്തിരിക്കും. നിങ്ങളിപ്പോ ഭൂമിയിലാണ്, അതുകൊണ്ട് തൊടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി ഭൂമിയിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അന്ന് പിറ്റേ ദിവസം നോമ്പുകാരനാണ്. മഗ്രിബ് നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സ്വാഇമായ സഈദ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയാണ്. ഒരമ്പ് വന്ന് തറച്ച് നെഞ്ചിൽ തറച്ചു. വാങ്ക് വിളിക്കാൻ ഇനി ഏതാനും മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. കൂട്ടുകാരൻ ഓടിച്ചെന്ന് പറഞ്ഞു, സഈദേ കുടിക്കാൻ വെള്ളം തരട്ടെ? വേണ്ട, ഞാൻ നോമ്പ് തുറക്കുന്നത് ഐനാ ഉമർദിയുടെ അരികത്താണ്, ഞാൻ അവിടേക്ക് നോമ്പ് തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കണ്ണു ചിമ്മി ലോകത്തോട് മരണപ്പെട്ട സഈദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, എത്ര വലിയ അത്ഭുതങ്ങളാണ് സ്വഹാബികളിലൂടെ, അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളിലൂടെ നമ്മുടെ കൺമുമ്പിൽ അല്ലാഹു കാണിച്ചു തന്നത്. ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗലോകത്തേക്ക് എത്തുകയും അവിടെ നിന്നൊരു മുന്തിരിക്കുല കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഫഹീന ബൈനി വബൈന, ആ മുന്തിരിക്കുല നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിചാരിച്ചു. അവര് പറഞ്ഞു, നബിയേ അങ്ങ് ഭൂമിയിലാണ്,
അങ്ങ് ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്, ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല, പറ്റുകയില്ല. വലോ അതൈതുകും ബിഹി, ഞാൻ ആ മുന്തിരിയുടെ ഒരു കുലയെങ്ങാനും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ലഅകല മിൻഹു മൻ ബൈനസ് സമാഇ വൽ അർളി ലാ യന്തഖിസൂന, ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ ആളുകൾക്കും തിന്നാൻ മാത്രം ആ ഒരു കുല മതിയായിരുന്നു. അതിൽ നിന്ന് ഒട്ടും കുറയാതെ ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും തിന്നാൻ അത് കഴിയുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം